സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ രീതിയിൽ തന്നെ മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 3 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൃശൂരിൽ മധ്യവയസ്കൻ ഷോക്കേറ്റ് മരിച്ചു. ഇടുക്കിയിൽ പാമ്പാടുംപാറയിൽ മരം വീണ് പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. കോഴിക്കോട് വടകരയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിൽ തെങ്ങ് വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 3950 ക്യാമ്പുകൾ സജ്ജീകരിച്ചുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ 24-നോട് പറഞ്ഞു. 3950 ക്യാമ്പുകളിലായി 5,29,539 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണുന്നത്. NDRFന്റെ 5 സംഘങ്ങൾ കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി ഇപ്പോൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. 4 സംഘങ്ങൾ കൂടി ജൂൺ 1 കേരളത്തിലേക്ക് എത്തിച്ചേരും. ആർമിയുടെ 11 കോളവും DSAയുടെ 2 കോളവും ഇൻഡോ ടിബറ്റൻ ബോർഡർ സേനയുടെ 1 യൂണിറ്റും CRPF CISF തുടങ്ങിയിട്ടുള്ള പ്രതിരോധ സംഘങ്ങളുടെ 100 പേർ വീതവും എയർഫോഴ്സിന്റെയും നേവിയുടെയും സംവിധാനവും എല്ലാം കേരളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏത് ഘട്ടത്തിലും അക്കാര്യങ്ങൾ ആവശ്യമായ വിധത്തിൽ ഉപയോഗിക്കാം എന്ന് കാണുന്നുണ്ട്. റെഡ് അലേർട്ടുള്ള വയനാട്ടിൽ 28 അംഗ NDRF സംഘം എത്തിയിട്ടുണ്ട്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മേഘ്ന, വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴ തന്നെ, അതിതീവ്രമായ മഴ തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. 5 ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നു. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും. വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും മേഘ്ന? അങ്ങനെ തന്നെയാണ്. വരും ദിവസങ്ങളിലും അതിശക്തമായ അതിതീവ്രമായ മഴ തന്നെയാണ് കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. അതിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ ഒരു അറിയിപ്പ് അനുസരിച്ച് കേരളത്തിലെത്തിയ കാലവർഷം വ്യാപിച്ച് മഹാരാഷ്ട്ര, ഗോവ, കർണാടക തീരങ്ങളിലേക്കും എത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുതുതായി ലഭിക്കുന്ന അറിയിപ്പ് എന്നുള്ളത്. അങ്ങനെ കേരളത്തിൽ വരും ദിവസങ്ങളിലും കാലവർഷം ശക്തമാകുമെന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലടക്കം ഇടവിട്ട് മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ വരും മണിക്കൂറുകളിലും വൈകുന്നേരം ആകുമ്പോഴേക്കും രാത്രി ആകുമ്പോഴേക്കും അതിശക്തമായ കാറ്റും മഴയും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു നിരീക്ഷണം. ഇപ്പോൾ പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ചും 5 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. അത് സ്വാഭാവികമായും ഈ വടക്കൻ ജില്ലകളിലാണ് ഈ മൺസൂൺ മാസങ്ങളിൽ മൺസൂൺ മഴ കൂടുതലായും പെയ്യാറ്. അതുപോലെ തന്നെ അതിതീവ്ര മഴ ഇന്നും നാളെയും ഒക്കെ പ്രതീക്ഷിക്കുന്നത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിലാണ്. കൂടാതെ ബാക്കി 9 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ്, അതായത് അതിശക്തമായ മഴയെ സൂചിപ്പിക്കുന്ന ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ 11 ജില്ലകളിൽ സംസ്ഥാന വ്യാപകമായി തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അതിൽ പ്രധാനമായും ഇനി പറയുന്നത് ഈ മഴയുടെ തീവ്രത അതിശക്തമായിരിക്കും. ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ശക്തമായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അതോടൊപ്പം ജനങ്ങൾ ജാഗ്രത പാലിക്കുക. അതായത് ഇപ്പോൾ പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചിട്ടുണ്ട്. അങ്ങനെ വിനോദസഞ്ചാരികളും ഒക്കെ ജാഗ്രത പാലിക്കുക. അതുപോലെ തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ മഴ ശക്തമാകുമ്പോൾ അപകട സാധ്യതാ മേഖലകളിൽ നിന്ന് ഉറപ്പായും മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പായി നൽകുന്നു. അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസം, ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യത, അതിൽ നിന്നൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി പറയുന്നു. എന്തായാലും വരും മണിക്കൂറുകളിലും വൈകുന്നേരത്തോടുകൂടിയും അതിശക്തമായ മഴ തന്നെ, അത് വടക്കൻ ജില്ലകളിൽ അതിതീവ്രവും തെക്കൻ ജില്ലകളിലേക്ക് അതിശക്തമായ മഴയുമാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, മലയോര മേഖലയിലും തീരദേശ മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിലുമൊക്കെ ജാഗ്രത വേണം എന്നുള്ള കാര്യം സർക്കാർ സംവിധാനങ്ങൾ അറിയിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 3950 ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. മഴ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരുക്കങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി വിലയിരുത്തുന്നു. ഇന്ന് 5 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് നിലനിൽക്കുന്നത്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.